മച്ചാമരെ നമ്മുടെ പുതിയ വർക്കിന്റെ ലൊക്കേഷനാണ് ഈ കാണുന്നത്. ഇതുണ്ട് ഇവിടെ പണിയൊക്കെ നടക്കുന്നുണ്ട്. വന്ന് കയറിയോളൂ അപ്പോഴേക്കും ഇവിടെ മഴ തുടങ്ങി. ഇതൊരു വലിയൊരു ഇവന്റ് നടക്കാൻ പോവാണ് ഇവിടെ. അതിൽ അവിടെ ഒരു കുഞ്ഞു സാധനമുണ്ട്, അതിലാണ് നമ്മുടെ വർക്ക് ഇട്ടാ. ആ പറഞ്ഞ സാധനം ഉണ്ട്. ഇത് ഒരു ഫോട്ടോ ബൂത്താണ്. അപ്പോൾ ഇതിന്റെ ഈ ഫ്രണ്ട് പീസ് ഇല്ലേ, അതിന് നമുക്ക് ഫുൾ കളർ ആക്കാനുണ്ട്. പിന്നെ അകത്തത്തെ എല്ലാ സൈഡിലും ചെയ്യാനുണ്ട്. അവർ പണി തുടങ്ങി. പാനൽസ് വെച്ച് ഫുള്ള് അങ്ങ് കവറപ്പ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ നമുക്ക് പെയിന്റിങ് നടക്കില്ല. നമുക്ക് ഇവിടെ ഇങ്ങനെ ഇരുന്ന് പെയിന്റൊക്കെ കലക്കി കളിക്കാം. നമ്മൾ ശരിക്കും ബാനർ ഫിറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ക്ലയൻറ്റിൻ്റെ ഐഡിയ ആയിരുന്നു. കാരണം ആ വുഡൻ ബോക്സ് നല്ല കണ്ടീഷൻ അല്ലായിരുന്നു. നമ്മൾ ചെയ്യുന്ന പെയിന്റിംഗ് ആണെങ്കിൽ അവർക്ക് ഫ്യൂച്ചറിൽ യൂസ് ചെയ്യണം എന്നും ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ സജഷൻ അനുസരിച്ച് നമ്മൾ അങ്ങ് ചെയ്തു തുടങ്ങി. അപ്പോൾ ഡേ 1 നമ്മളിത് സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ബാനർ ഒട്ടിച്ച് പ്രൈമർ അടിച്ച് കാറ്റ് ഒരു രക്ഷയില്ല, മെനക്കെട്ട കാറ്റായിരുന്നു. ഇതണ്ട ഫുൾ നമ്മൾ പ്രൈമറൊക്കെ അടിച്ചിട്ടിട്ടുണ്ട്, സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നാളെ വന്നിട്ട് സ്കെച്ചിങ് തുടങ്ങണം. ഇപ്പോൾ സമയം എത്ര 8 മണി എന്തോ ആയി. 8 മണിയുടെ ക്ലൈമറ്റ് കണ്ട നോക്കിയേ, പൊളിയല്ലേ. നമ്മുടെ നാട്ടിലൊക്കെ മറ്റേ 4 മണിക്കത്തെ പാടത്ത് നിൽക്കണ വൈബായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്ന് നൈസൊരു പണി കിട്ടി. മറ്റേ ചോര പിടിച്ച് വിഴിഞ്ഞ പോലെ ഈ കൈയൊക്കെ ലാഡറിന്റെ ഇടയിലൊക്കെ പോയി മെനക്കേടായിരുന്നു. നീ കാച്ചല്ലേ നീ പോ. അപ്പൊ എന്തായാലും ഡേ 2 ആയിട്ട് കാണാം. ഓക്കെ ബൈ. ഹായ് മച്ചാമാരെ, നമ്മൾ നമ്മുടെ സ്ഥലത്തേക്ക് തിരിച്ചെത്തി. ഡേ 2 സ്റ്റാർട്ട് ചെയ്തു. അവിടെ കുറേ വർക്കേഴ്സ് വന്നിട്ടുണ്ട്. ഇവിടുത്തെ ലോണൊക്കെ സെറ്റാക്കുമെന്ന് തോന്നുന്നു. അവിടെ ഒരാളെ സ്കെച്ചിങ്ങും തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലത്തെ അപ്രന്റീസ് നിങ്ങൾക്ക് എവിടെയെങ്കിലും ഉണ്ടാവുമോ? ഇവിടെ മനുഷ്യൻ കഷ്ടപ്പെട്ട് വരയ്ക്കണ ഒരുത്തി ഇവിടെ ഗെയിം കളിച്ചോണ്ടിരിക്കണം. ഇതിനാണ് രാവിലെ കുറ്റിയും പറിച്ച് വന്നത്. നമ്മൾ ഇവിടെ കഷ്ടപ്പെട്ട് സ്കെച്ച് ചെയ്ത് ഇത് നോക്കി. ഇതേപോലത്തെ ഒരു അപ്രന്റീസിനെ നിങ്ങൾക്ക് എവിടെയെങ്കിലും കിട്ടുമോ? ഇവിടെ ഞാൻ എന്ത് ചെയ്യണം പറ. പക്ഷെ അവരെ നമ്മളപ്പോ ഈ 2 സൈഡ് ഇവിടെയും ഇവിടത്തെയും സ്കെച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇത്ര നേരമായിട്ട് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്നത് കളർ അടിക്കാനായിട്ട്. കുറച്ചാണ് മിക്സ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടോ. നമുക്ക് കൂടെ പോവാം. വെള്ളം കൂടിപ്പോയോ? ഡേ 2 നമ്മൾ ഇവിടെ വെച്ച് നിർത്തേണ്ടാ. ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇന്ന് സ്കെച്ചിങ്ങും പിന്നെ നമ്മൾ ഈ ഒരു സൈഡ് ഓൾമോസ്റ്റ് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. പക്ഷേ വീഡിയോ ഒന്നും ഇടയ്ക്ക് വെച്ച് എടുക്കാൻ പറ്റില്ല. അത് 2 പേര് വെച്ച് വർക്ക് ചെയ്യണം. ഒന്നാമത് അതിൻ്റെ ഉള്ളിൽ അത്ര സ്പേസ് ഇല്ല. പിന്നെ ഇപ്പുറത്തെ സൈഡിൽ ട്രാക്ടർ നമ്മൾ കുറച്ച് സ്റ്റാർട്ട് ചെയ്ത്. അപ്പോൾ എന്തായാലും അടുത്ത ദിവസമായിട്ട് കാണാം. പക്ഷേ ഇന്ന് ആക്ച്വലി വർക്ക് ഉണ്ടായതാണ് എനിക്ക്. പക്ഷേ രാവിലെ ഇപ്പിക്കും പല്ല് വേണം. അതാണ് നമ്മൾ സിക്ക് ലീവ് ആക്കിയിട്ട് നേരെ ഇങ്ങോട്ട് പോകുന്നത്. അത് നമ്മളിത് ഇന്നത്തെ വർക്കായിട്ട് നമ്മുടെ ട്രാക്ടർ ഓൾമോസ്റ്റ് സെറ്റ് ആക്കിയിട്ടുണ്ട്. കുറച്ച് പണിയും കൂടി ഉണ്ട്. പിന്നെ ആ സൈഡ് തീർക്കാനുണ്ട്. പിന്നെ ഇത് ഇത്ര ആക്കിയിട്ടുണ്ട്. ഇവിടെ ഇരുട്ടായതുകൊണ്ട് കാണില്ല എന്ന് തോന്നുന്നുണ്ട്. അവിടെ ഒരു തുമ്പിയൊക്കെ ഉണ്ടായിരുന്നു, കാണില്ല. പിന്നെ ഇവിടെ ഒരു ലേഡി ബഗ് അത് സെറ്റായി വരുന്നത്. അതൊക്കെ ഇതൊക്കെ ഓൾമോസ്റ്റ് ആയി. ബ്ലാക്ക് ഔട്ട്ലൈൻ വരുമ്പോൾ സെറ്റാകും. അപ്പോൾ എന്തായാലും നടക്കണം. അടുത്ത ഡേ ആയിട്ട് കാണാം. ബൈ മച്ചാമരെ. അപ്പോൾ ട്രാക്ടറിൻ്റെ പണി ബാക്കി ഇവിടെ ഏറ്റെടുത്തിട്ടുണ്ട്. ബാക്കി ഇവളാണ് ഇവിടെ ബാക്കി കളറിങ് കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഞാനപ്പോഴേക്കും വരച്ചത് പോയി നോക്കുന്നു. നമ്മൾ ഫ്രണ്ടിൽ സ്കെച്ചിങ് കുറച്ച് പോയായിരുന്നു മഴ പെയ്തിട്ട്. ഞാൻ കുറച്ച് ഭാഗത്ത് മാത്രം പെയിൻറ്റ് വെച്ച് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ചോക്ക് വെച്ച് വരച്ചതൊക്കെ പോയായിരുന്നു. രണ്ടാമത് നമ്മുടെ സ്കെച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനപ്പോൾ വിചാരിച്ച് ഫ്രണ്ടിലോട്ട് അങ്ങോട്ട് കിടക്കാമെന്ന് വിചാരിച്ച്. നമുക്ക് എന്തായാലും ഇത് കണ്ടു നോക്കാം. പിന്നെ ഹൗ യു ഡൂയിങ്? ഗുഡ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഫൈനൽ ഡേ ആണ് കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് തീർക്കണമെന്നാണ് സംഭവം. എങ്ങനെയാണെന്ന് അറിയില്ല, കണ്ടു നോക്കണം. ഇന്ന് ക്ലൈമറ്റ് ആണെങ്കിലും നല്ല അടിപൊളി സ്കൈ ഒക്കെയാണ്. നല്ല കലക്കൻ സ്കൈ ആണ്. എല്ലാം നൈസാവും തോന്നുന്നു, അറിയില്ല. ഉണ്ട് പണിയുണ്ട് കുറച്ചും കൂടി. എന്താണെന്ന് അറിയില്ല. എന്താ തോന്നുന്നു പിന്നെ സെറ്റാക്കാം. കണ്ടോ കിട്ടാ. അപ്പോൾ ഇതേവരെ സോഫാർ വെതർ ഒരു രക്ഷയില്ല. ഇത്രയും ദിവസം വരയ്ക്കാൻ വന്നിട്ട് ഇന്നാണ് അടിപൊളി വെതറായിട്ട് കിട്ടിയേക്കണത്. കരിഞ്ഞു പോകണ്ടെന്നാ ചെയ്യുന്നത്. ഇവർ ഇവിടെ ബാക്കി പരിപാടിയൊക്കെ എന്തൊക്കെയോ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളെ വർക്ക് ഇപ്പോഴും അവിടെ തന്നെ കിടക്കുകയാണ്. അത് ആക്ച്വലി ഇവിടെ കൊണ്ടുവന്ന് ഇടൂന്നാണ് പറഞ്ഞേക്കണത്. കേട്ടെ വർക്കോടെ കേട്ടെ.
മച്ചാവനെ നമ്മളങ്ങനെ സംഭവം തീർത്തുണ്ട് കേട്ടോ. ഓക്കെ, സമയം 9 മണിയാവണം, 8:59 രാത്രി. ഓക്കെ, രാത്രി 8:59 നമ്മൾ തീർത്ത്. രാവിലെ 9 മണിക്ക് തുടങ്ങിയതാണ്. ഓട്ടപ്പാച്ചിലായിരുന്നു അവസാനം. ഇതിൻ്റെ അകത്ത് ഭയങ്കര ഇരുട്ടായിരിക്കും. ഇവിടെ ഇത് സെറ്റാക്കിയിട്ടുണ്ട്, അവിടെ അതുണ്ട്, തൊട്ട് ചെമ്മരിയാടൂട്ടിനുണ്ട്, ഇതുണ്ട്, പിന്നെ ബാക്കി ഇതുണ്ട്. പിന്നെ രാവിലെയൊക്കെ വെയിലായിരുന്നു, അത് കഴിയുമ്പോഴേക്കും മഴ തുടങ്ങി, പിന്നെ തണുപ്പായി, ഒരു രക്ഷയില്ല. ഇതാണ് നമ്മുടെ സംഭവം. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല കേട്ടോ.